Yo guys, welcome back to a new video. Guys, അപ്പോൾ ഈ അടുത്തായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന കമൻറ്റ്സ് ആണ്, അതായത് ഫുഡ് സർവിങ് റോബോട്ടിന് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് സർവിങ് റോബോട്ടുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് 4 ലൈൻ ഫോളോയിങ് ഫുഡ് സർവിങ് റോബോട്ട് കാർസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. വീൽസും മോട്ടറും, അതായത് പിന്നെ ഇലക്ട്രോണിക് സംഭവങ്ങളെല്ലാനും. പിന്നെ അതുപോലെ തന്നെ 4 പ്ലൈവുഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബേസായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് പാർട്സ് ഡിസൈൻ ചെയ്ത് നമുക്ക് 3D പ്രിന്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ വീഡിയോൻ്റെ സ്പോൺസറിനെ കുറിച്ചൊന്ന് കേൾക്കാം. This video is sponsored by NextPCB. NextPCB offers us 1 to 4 layer PCB prototypes for free. That means you can get 10 PCBs without any cost. No PCB cost and neither shipping fee. You can upload the Gerber files without filling the data one by one and use their free $100 coupon for new registration. NextPCB is your complete solution for printed circuit board. Check the description for more details. അപ്പോൾ അങ്ങനെ 4 വണ്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഈ 3 എണ്ണം സെയിം ആണ്. അതായത് ഇതിനകത്ത് ജസ്റ്റ് 2 IR സെൻസറും ഒരു അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസറും പിന്നെ ഒരു അഡ്രീനോ നാനോം പിന്നെ ഒരു DC മോട്ടോർ ഡ്രൈവറും പിന്നെ 2 സ്റ്റെപ്പർ മോട്ടറും ഒരു ബാറ്ററി, അത്ര മാത്രമേ അത് യൂസ് ചെയ്യാനുള്ളൂ. പിന്നെ ഇതാണ് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള റോബോട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു ബക്ക് കൺവേർട്ടർ ഒരു റിലേം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിനകത്തുണ്ടെങ്കിൽ ഇവിടെ ഒരു പേപ്പർ കപ്പ് ഡിസ്പെൻസർ ഉണ്ട്. ഈ പേപ്പർ കപ്പ് ഡിസ്പെൻസറിൻ്റെ സെർവോ പവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബക്ക് കൺവേർട്ടർ വെച്ചേക്കണത്. പിന്നെ റിലേ വെള്ളം പമ്പ് ചെയ്യാനുള്ള പമ്പ് ഓൺ ആക്കാൻ ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കപ്പ് ഡിസ്പെൻസർ ഞാൻ കോഫി റോബോട്ടിൻ്റെ വീഡിയോയിൽ യൂസ് ചെയ്തേക്കണ സെയിം ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഗൈസ്, ഇനി ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ടൈലും ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സെപ്പറേഷൻ കിട്ടും, അതായത് ബ്ലാക്കും വൈറ്റും ആയിട്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ലൈൻ മാത്രം ഈ റോബോട്ട് ഫോളോ ചെയ്ത് പോകും. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ ടേപ്പ് ആയിട്ട് ഒട്ടിക്കാം. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ കോഡ് ഞാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വളരെ സിമ്പിളാണ്. എൻ്റെ ഫ്രണ്ടിൽ 2 IR സെൻസർ വെച്ചിട്ടുണ്ട്. അതായത് വൈറ്റിൻ്റെ മുകളിലാണെങ്കിൽ ഈ സെൻസർ ഹൈ ആവും, ബ്ലാക്കിൻ്റെ മുകളിലാണെങ്കിൽ ഈ സെൻസർ ലോ ആവും. അപ്പോൾ എങ്ങാനും ഈ റൈറ്റ് സൈഡിലെ സെൻസർ ബ്ലാക്കിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വണ്ടി തിരിയും. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ സെൻസർ ബ്ലാക്കിലേക്ക് വരികയാണെങ്കിൽ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കും തിരിയും. അപ്പോൾ ഇത് ഇങ്ങനെ സെൻറ്ററായി പോയിക്കൊണ്ടിരുന്നോളും. ഇതിപ്പോൾ അതിൻ്റെ കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരാളുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ഈ വണ്ടി കുറച്ച് നേരം സ്റ്റോപ്പ് ആവണം. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ആ കോഡിൽ വേറൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് 2 സെൻസറും ബ്ലാക്കിൻ്റെ മുകളിലെത്തണമെങ്കിൽ ഒരു 5 സെക്കൻഡ് വണ്ടി സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഭക്ഷണം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ബ്ലാക്ക് ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ലൈൻ മേലേക്ക് വണ്ടി വിടാൻ പോവുകയാണ്. അപ്പോൾ ആ ലൈനിൻ്റെ അവിടെ വെച്ച് 5 സെക്കൻഡ് ഇത് സ്റ്റോപ്പ് ആവും. കണ്ട 5 സെക്കൻഡ് സ്റ്റോപ്പായിട്ടേക്കും. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ വേറൊരു സംഭവം കൂടി ഉള്ളത്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു അൾട്രാസോണിക് സെൻസറും കൂടി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വേറൊരു കാർ ഫ്രണ്ടിലാണെങ്കിൽ ഇത് വന്ന് കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബമ്പർ 3D പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻസറിന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ വണ്ടി വിടാം. അപ്പോൾ അത് അതിൻ്റെ ബാക്ക് സൈഡിൽ ചെന്നിട്ട് അത് സ്റ്റോപ്പായിട്ട് നിൽക്കും. കണ്ടോ, ഇത് തമ്മിൽ കൂട്ടിമുട്ടൂല. ഇത് ഫ്രണ്ടിലേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഗൈസ്, പിന്നെ ഇതാണ് പേപ്പർ കപ്പ് ഡിസ്പെൻസ് ചെയ്ത് വെള്ളം സെർവ് ചെയ്യുന്ന റോബോട്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നേരത്തെ കാണിച്ച കപ്പ് ഡിസ്പെൻസർ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് പേപ്പർ കപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് പമ്പ് വെച്ചേക്കണത്.
പിന്നെ ഈ ബോട്ടിലാണ് വെള്ളം ഫില്ല് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ ട്യൂബ് വഴി ഇവിടെ വരും. അപ്പോൾ ഒരു ഗ്ലാസ് ഡിസ്പെൻസ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യും. അപ്പോൾ ഞാനിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, ലൈനും എത്തിയിട്ടുണ്ട്. ഇനി അത് പേപ്പർ കപ്പ് ഡിസ്പെൻസ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യും. കൈസ് കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ലൈനിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ കപ്പ് ഡിസ്പെൻസ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യും. അപ്പോൾ പാത്രങ്ങളൊക്കെ വണ്ടി മുട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കറിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കാൻ പോണത്, അതായത് ഈ രണ്ട് സൈഡിലായിട്ട്. പിന്നെ ഇത് റീഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരുത്തന സെറ്റാക്കിയിട്ടുണ്ട്. ഇവനാണ് ഇത് വെള്ളമൊക്കെ തീരുമ്പോൾ ഇത് നിറച്ചു കൊടുക്കാനൊക്കെ പോണത്. അപ്പോൾ ജസ്റ്റ് ഇത് വരുമ്പോൾ ജസ്റ്റ് കൈ കാണിച്ചാൽ മതി, സെൻസറിൻ്റെ ഉള്ളു. അപ്പോൾ അത് സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ അത് റീഫിൽ ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ ബോട്ടും കുഞ്ഞുങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തേൽ ചോറ്, പിന്നെ രണ്ടാമത്തേൽ ചാറും, പിന്നെ കടലയും ബീഫും, പിന്നെ ഏറ്റവും അവസാനം വെള്ളവുമാണ് സെറ്റ് ചെയ്തേക്കണത്. ഇനി നമുക്കിത് ഓണാക്കി വിടാം. ഇത് എന്തോരം സക്സസ്ഫുൾ ആവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലോഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ശരിക്കും. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ചാറും വന്നിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്. ഓ, അപ്പോൾ അടുത്തത് കടല, ബീഫ്. അയ്യോ, സ്പൂൺ. ഗായ്സ്, ഒരു മണ്ടത്തരം ചെയ്ത് ഈ സൈഡിലേക്കായിരുന്നു വണ്ടി വിടണ്ടായിരുന്നത്. കപ്പ് അപ്പുറത്തെ സൈഡിലായി പോയി. അത് സാരില്ല. അയ്യോ, അയ്യോ, വണ്ടി വെള്ളത്തായി. അപ്പോൾ ആകെ പറ്റിയ മണ്ടത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ആ സൈഡിലായി പോയി. ആ സാറില്ല, എടുത്ത് വെച്ചാൽ മതി. എങ്ങനെയുണ്ട് സംഭവം? ആ ഫുഡ് കഴിച്ചു തുടങ്ങിക്കോ. അപ്പോൾ ഫുഡ് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്, വെള്ളവും വന്നിട്ടുണ്ട്. വേണ്ട, അടുത്തത് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കും. കണ്ട, കപ്പ് ഡിസ്പെൻസ് ചെയ്ത് അതിനകത്തേക്ക് ഓട്ടോമാറ്റിക് വെള്ളം ഫില്ല് ചെയ്യാനാണ് കാണുന്നത്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഈ ഗിയർ മോട്ടർ ഭയങ്കര സൗണ്ടാണ്, നല്ല സൗണ്ട് ഉണ്ട്. കണ്ടാ, കണ്ടിന്യൂസ്ലി വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഒരു വണ്ടി ക്രാഷായി കായി.
ഗൈസ് വഴി തെറ്റിപ്പോയി. അയ്യോ അവിടെ ഗ്ലാസ് അയ്യോ അവിടെ വെള്ളം ഒഴിച്ച്. എടാ നീക്കി കൊടുക്ക്. വണ്ടി നീക്കി കൊടുക്ക്. ഇത് നീക്കി കൊടുക്ക്. ഇതിങ്ങോട്ട് തിരിച്ചെടുത്താൽ മതി. ആ ഓക്കെ. അയ്യോ കേസപ്പ ആകെ നടുക്കൊരു ഗ്ലാസ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഗ്ലാസ്സിൽ തന്നെ വെള്ളം വീഴുന്നുണ്ട്. കേസ് നോക്കിയ താഴത്തൊക്കെ ഫുൾ വെള്ളമായി. നിനക്ക് വെള്ളം തരാണ്ട് പോയി. അവിടെ പോയി പിന്നെ ഗ്ലാസ് ഇട്ട്. അതിവിടെ ഇടിച്ചു തുടങ്ങി. ദേഷ്യം കയറി തുടങ്ങിയെന്നാണ്. 20 minutes later. ഗായ്സ് ഇപ്പൊ ഇതിന് തോന്നിയ പോലെയാണ് പോണത്. നമ്മ പറഞ്ഞ പോലെ ഒന്നും പോണില്ല. ആകെ ഗായ്സ് ഇതിനെന്തോ പറ്റിയെന്നാണ് ഗായ്സ്. അനങ്ങണില്ല. ഇല്ല. അയ്യോ 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 ഗായ്സ് ആകെ പ്രശ്നമായി ഗായ്സ്. അയ്യോ ഗായ്സ് എങ്ങനായി? അയ്യോ അയ്യോ ഗായ്സ് ഗായ്സ് ഇപ്പൊ ഇത് ലൈനൊന്നും ഫോളോ ചെയ്യണില്ല. ഇതിന് തോന്നിയ പോലെയാണ് ഇത് ഫുള്ള് പോയിക്കൊണ്ടിരിക്കണത്. ഗായ്സ് ഇനി നമുക്ക് ഇത് ഓപ്പോസിറ്റ് വിട്ട് നോക്കിയാലോ? രണ്ടും കൂടിയും കൂട്ടിയിടിക്കുമോ നമുക്ക് നോക്കിയാലോ? ഇത് നമുക്ക് അങ്ങോട്ട് വിടാം. പോ. അയ്യോ 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 ഗായ്സ് രണ്ടും കൂടി അവിടെ ഇതായി. ഗായ്സ് അനങ്ങടിയില്ല. തിരിച്ചെടുത്തേ പോ. തിരിച്ചു പോ. ഗ്ലാസ് തീർന്നു. അയ്യോ അയ്യോ ഗ്ലാസ് തീർന്ന്. വെള്ളം ഗൈസ് അപ്പോൾ ഗ്ലാസ് ഒക്കെ തീർന്ന്. ഓ ഗൈസ് മതി സംഭവം നിർത്തിക്കോ. സ്വിച്ച് ഓഫ് ചെയ്തേ. ഓ ഗൈസ് അപ്പോൾ ഇത് സക്സസ്ഫുള്ളായിരുന്നാന്ന് ചോദിച്ചാണെങ്കിൽ സക്സസ്ഫുള്ളായിരുന്നു. കൊണ്ടുവന്ന് വിളമ്പിയൊക്കെ തിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തോന്നിയ പോലെ പോകാൻ തുടങ്ങി. അതായത് എനിക്ക് തോന്നുന്നു വെള്ളം മീനിട്ടാണെന്ന് തോന്നുന്നു. സെൻസർ മേഘ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയിരുന്നു. പിന്നെ ഫുള്ള് ഗ്ലാസ് എപ്പോഴും വിളമ്പുണ്ട് കുഴപ്പമില്ലാണ്ട്. പക്ഷെ ഇവനധികം ഗ്ലാസ് കൊടുത്തല്ല. എനിക്കാണ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് തന്നേക്കണത്. പിന്നെ ഒരു മണ്ടത്തരം പറ്റിയത്, ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചില്ല. ഗ്ലാസിൻ്റെ സിസ്റ്റം അപ്പുറത്തായി പോയി. ശരിക്കും ഈ സൈഡിലേക്ക് വിടണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.